മൊനമ്പം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആദ്യ 2-3 വീഡിയോകൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ചിലപ്പോൾ മൊനമ്പം മാറ്റി എഴുതും. പല ആൾക്കാരും അങ്ങനെ ഉണ്ടാവത്തില്ല, അതല്ല ഇതാണ് ഇവിടെ. കാരണം ഞാനത് ശരിക്കും ഡെപ്തായിട്ട് നോക്കി ആ ഇഷ്യൂ. മൊനമ്പ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ചില ക്രൈസ്തവ അച്ഛന്മാരോടും കാത്തലിക്സ് അച്ഛന്മാരോടും ചില ബിഷപ്പുമാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അപ്പം അതിൻ്റെ അത് 1-2 ലാറ്റിൻ ബിഷപ്പുമാർ വരാപ്പുഴയൊക്കെ അവിടെയുള്ള കോൺഗ്രസുമായിട്ട് ബന്ധത്തിൻ്റെ പേരിൽ മുനമ്പത്തെ തള്ളി പറയുവാണ്. സീനിയറായിട്ടുള്ള അച്ഛന്മാർ ഉൾപ്പെടെ IB ഈഡനുമായിട്ടുള്ള ബന്ധം, ചില കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം. അപ്പോഴും ഞാൻ ഈ മുനമ്പക്കാരോട് പറഞ്ഞു, അതിൻ്റെ സമരസമിതിയിലുള്ളവരുടെ ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ശരിക്കും ഇൻഡെപ്തായിട്ട് ആൻറ്റി ഇസ്ലാമിക്, അതായത് മത തീവ്രവാദികളായ ഇസ്ലാമിക ആൾക്കാർക്കെതിരെ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് കാണുമ്പോഴും ഒക്കെ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഞാനെപ്പോഴും പറഞ്ഞു 2026 ഇലക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി മാറ്റി എഴുതും. പക്ഷെ അതേപോലെയുള്ള നേതാക്കളെ BJP കൊണ്ടുവരണം. ഇപ്പം രാജീവ് കയറി വരുന്നു. ഇനി നോക്ക്, KCBC കേരള ബിഷപ്പ് കൗൺസിൽ കാത്തലിക് സഭയുടെ അവരുടെ തീരുമാനം വന്നു കഴിഞ്ഞു. എപ്പോഴും കോൺഗ്രസിനെയും UDFനെയും പിന്തുണയ്ക്കുന്നവരാണ് ഈ കേരളത്തിലെ കാത്തലിക്സ് വോട്ടേഴ്സ്. ചരിത്രവും പാരമ്പര്യവും അങ്ങനെയാണ്. അവര് കേരളത്തിലെ MP-മാരോട് ഡിമാൻഡ് ചെയ്യുകയാണ് മുനമ്പം ഇഷ്യൂ, വഖഫ് അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ, ലോക്സഭയിൽ കൊണ്ടുവരുമ്പോൾ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക. സഭ ക്രിസ്റ്റൽ ക്ലിയറായി. കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യും? വോട്ട് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ചിലപ്പോൾ ഈ കോൺഗ്രസിൻ്റെ MP-മാരും കേരളത്തിലെ പല MP-മാരും മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള MP-മാരും വോട്ട് ചെയ്യാതെ മാറി നിൽക്കും. അതിനെതിരെ വോട്ട് ചെയ്താൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം, 200% ഗ്യാരണ്ടി ചെയ്ത് പറയാം, BJP 26 അധികാരത്തിൽ വരും. 100% ആണ്. കേരളത്തിൽ അത്രമാത്രം ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവർക്ക് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ, ഈ ഇസ്രായേൽ ഇഷ്യൂ, ടെറർ ഇഷ്യൂ, ഇവരീ കാണിക്ക് വെറുത്ത് നാശമായിട്ടിരിക്കും അവർ. എനിക്ക് റെസ്പോൺസ് കിട്ടുമല്ലോ. 100%, 200% 2026 ഈ പോക്ക് പോവുകയാണെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരും. 100%. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതിയെടുത്തു. കാരണം പോക്ക് അങ്ങനെ പോകുന്നു. ഇവിടെ നോക്ക്, ക്ലീമീസ് എന്ന് പറഞ്ഞ നമ്മൾ ഈ മലങ്കര പുള്ളിയാണ് ഈ KCBCയുടെ ഒക്കെ അധ്യക്ഷൻ. പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഒരു MP എല്ലാ കേരള MP-മാരോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇവരൊക്കെ ഈ പറയുന്ന ബിഷപ്പ് ഹൗസിൽ പോയി അവരുടെ കാലയെ പിടിച്ച് വോട്ട് ചെയ്ത് ഈ പലയിടത്തും ജയിച്ചു വരുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുക. നിങ്ങൾ ആ രാഷ്ട്രീയം നോക്കുക, പൊളിറ്റിക്കൽ, കേരളത്തിലെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് നോക്കുക. ഈ ഒരു സന്ദർഭത്തിലാണ് ഒറ്റക്കെട്ടായിട്ട് KCBC പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചില ലാറ്റിൻ കാത്തലിക്സിന്റെ അച്ഛന്മാരും ചില ബിഷപ്പുമാരും അവരും പെട്ടിലായി. കഴിഞ്ഞ സമയത്ത് ഡൽഹിയിൽ വലിയ റാലി നടത്തി വഖഫിന് എതിരായി, ഈ ബില്ലിനെതിരായിട്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ പങ്കെടുത്തു. ഇവർക്കൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്ത്? വളരെ ക്ലിയർ അല്ലേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ അല്ല. മുനമ്പം ഒരു ഇഷ്യൂ മാത്രമാണ്, മനസ്സിലാക്കുക. മുനമ്പം ഒരു ഇഷ്യൂ മാത്രമാണ്. കാരണം ഇവരുടെ അകത്ത്, കാരണം സഭയിലെ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും പിടികിട്ടി, പഴയ പോലെ സഭ പറയുന്ന പോലെ ആളുകളെ UDFന് വോട്ട് ചെയ്യില്ല. കാരണം ഇസ്രായേൽ, ഹമാസ്, ഗ്ലോബൽ ഇഷ്യൂ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മുസ്ലിം പ്രീണനമുണ്ട് കൃത്യമായത്.
വോട്ട് ചെയ്തില്ല. നിങ്ങൾ വേണം അവരോട് പോയിക്കോ. പക്ഷെ നിങ്ങൾ പറയുന്ന രീതിയിൽ വോട്ട് ചെയ്യില്ല. ഞങ്ങളാണ് വിശ്വാസികൾ, ഞങ്ങൾ മുഖാന്തരമാണ് ഈ സഭയുള്ളത്, ഞങ്ങളില്ലെങ്കിൽ ഈ സഭയില്ല. കൃത്യമാണ്. സന്ദേശം വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണ് ബിഷപ്സ് ആണെങ്കിൽ അച്ഛന്മാരും വിശ്വാസികളുടെ കൂടെ നിൽക്കാൻ തയ്യാറായത്. കാരണം അവരുടെ പൊളിറ്റിക്സ് അവർ മാറ്റിവെച്ചു. വേണ്ട, ഈ കാര്യത്തിൽ വേണ്ട. ഇതാണ് സന്ദേശം എന്ന് പറയുന്നത്. കറക്റ്റ് സന്ദേശമാണ്, കറക്റ്റ് മെസ്സേജാണ് കൊടുത്തിരിക്കുന്ന എം പിമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിന്റെ ലീഡേഴ്സിനും. ഞങ്ങൾക്കിതാണ്, ഞങ്ങളുടെ താല്പര്യം ഇതല്ല. ഞങ്ങൾ കൃത്യമായിട്ട് BJP കൊണ്ടുവരുന്ന ഈ ബില്ലിനെ അനുകൂലിക്കണം. മുനമ്പങ്കാരുടെ ഇഷ്യൂ ആണ്. കിട്ടിയോ? എൻ്റെ പൊളിറ്റിക്സ് പോകുന്ന പോക്ക് കണ്ടോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വെടി തീർന്നു പോകും. ഇപ്പൊ പല മലബാർ സ്ഥലമുണ്ട്, ക്രൈസ്തവരുള്ള സ്ഥലമുണ്ട്, അവർക്ക് നിർണായകമായ വോട്ടിംഗ് ഉള്ള സ്ഥലമുണ്ട്. നിങ്ങൾ ഈ മലപ്പുറം എന്ന് പറയുന്നതിൻ്റെ അകത്ത് 60% ഉള്ളൂ മുസ്ലിംസ്. ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യൻസുമാണ്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മലപ്പുറം 100%, മലപ്പുറം ജില്ല 100% മുസ്ലിംസ് ഒന്നും അല്ല. ഇത് തെറ്റായ കണക്കുകളാണ് പലരും വെച്ചിരിക്കുന്നത്. അങ്ങനെ പലയിടത്തും ഈ ക്രിസ്ത്യൻ ഹിന്ദു കയറി അങ്ങ് ബോണ്ട് പോലെ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഉറപ്പായിട്ടും ഈ സുഡാപ്പിയും കിടാപ്പിയും ലീഗും ഒക്കെ വെടി തീർന്ന് നാശമായി പോവും. അത് അങ്ങോട്ടേ സംഭവം പോകുന്നത്. അതിന് പറ്റിയ ആളെ രാജീവ് കയറി വരികയും ചെയ്തു. ഇവിടെയാണ് സംഭവത്തിന്റെ പിച്ച് മാറി. ചിലപ്പോൾ ഇതോടുകൂടി കേരളത്തിന്റെ ഈ നശിച്ച വൃത്തികെട്ട രാഷ്ട്രീയം, ഇടതും കോൺഗ്രസും UDF LDF ഇതോടൊക്കെ തീരും, ഫിനിഷായി പോവും. മറ്റേ ബംഗാൾ പോലെ ഫിനിഷ് ഒറ്റ അടിക്ക് ദൂരെ അങ്ങ് പോയി. CPMന്റെ വെടി തീർന്നു പോകും. കാരണം ഇതിനകത്ത് രാഷ്ട്രീയമല്ല. കാരണം കേരളത്തിന്റെ ഫ്യൂച്ചർ തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മനസ്സിലാക്കിയ KCBC കൊടുക്കുകയും കേരള MP പ്രിയങ്ക അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഇതാക്കിയത്. വയനാടും ഈ പറയുന്ന കാത്തലിക് ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ വോട്ട് ചെയ്തതാണ്. ഇത് ഓരോ വിശ്വാസിയുടെ അവരുടെ ആഗ്രഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം മനസ്സോട്. കാരണം KCBC വ്യക്തമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു UDF ആയിട്ട്, കോൺഗ്രസ് ലീഡേഴ്സുമായിട്ട്. വളരെ കൃത്യം അതിനകത്ത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്ക് 2026 BJP ഇവിടെ അധികാരത്തിൽ വരും. ഇതോടുകൂടെ ലെഫ്റ്റും UDF ലീഗ് CPIയുടെ ബിനോയ് വിശ്വം എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഇതൊക്കെ ഇതോടങ്ങ് തീരുക. അതായത് ചരിത്രമായിട്ട് വരും. ഒരിക്കൽ BJPയുടെ അധികാരത്തിൽ വരികയാണ്, കൃത്യമായിട്ട് പറയാൻ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ, ഈ രാജീവിനെ പോലുള്ള ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സ്റ്റേറ്റ് ആയിട്ട് അങ്ങ് മാറും. ഗ്ലോബലായിട്ട് അറിയുന്ന ഡെസ്റ്റിനേഷനായിട്ട് മാറും. കാരണം ടെക്നോക്രാറ്റും ബിസിനസ്മാൻ, കാരണം ഇതെല്ലാത്തിലും അയാൾ സക്സസ്ഫുള്ളാണ്. അയാൾ എങ്ങനെ ടീമിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഇഷ്യൂ. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എമ്പുരാനും ഗിംബുരാനും നോൺസെൻസ് ഈ ടോപ്പിക്ക് നിന്റെ അത് വലിച്ചരക്കരുത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട കേരളം മുന്നോട്ട് പോകണം, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് നോൺസെൻസ് ഇഷ്യൂ ഒന്നും കയറി വരരുത്. ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മെസ്സേജ് തന്നിരിക്കുകയാണ് BJPക്ക്. അതായത് ഞങ്ങൾ നിങ്ങളുടെ കൂടുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ ഈ പറയുന്ന ഈ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ചെറിയ ഇഷ്യൂ എടുക്കണ്ട. അതിൻ്റെ ബാക്കി ഇത് ശരിക്കും മാനസികമായിട്ട് ഇവിടെ ചർച്ച് മെമ്പേഴ്സും ബിലീവേഴ്സും, കാരണം ഈ സഭയുമായിട്ട് ചേർന്നവരും എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രം ഇവിടുത്തെ ഒരു തീരുമാനമാണ്. ഈ തീരുമാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും കേരളത്തില് UDF അധികാരത്തിൽ വരത്തില്ല. ലീഗ് അവിടെ E.T. മുഹമ്മദ് ബഷീറും മറ്റുള്ളവരൊക്കെ മത തീവ്രവാദികളെ കൊണ്ടുവന്ന് അമ്പർലയായിട്ട് നിന്ന് ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. കേരളം മുന്നോട്ട് തന്നെ പോകും. ഇത് നല്ല മെസ്സേജ് തന്നെയാണ് KCBC കൊടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പൂർണ്ണമായിട്ട് ആശംസിക്കുന്നു.
നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.